ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നും ഇല്ല. ഞാൻ കുറച്ച് സാധനം വാങ്ങിച്ചു. എന്താ ഇപ്പോൾ ഇനി വീഡിയോക്ക് എന്താ പേര് വിളിക്കുക ഞാൻ അറിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് സാധനം വാങ്ങിച്ചു. അപ്പോൾ അത് നമുക്ക് കണ്ടാലോ? കാണാം. ഇങ്ങനെ ബ്ലോഗ് എടുക്കണമെന്ന് വിചാരിച്ചില്ല. എൻ്റെ ഫ്രണ്ടിന് ഇങ്ങനെ ഞാൻ വാങ്ങിച്ച സാധനം കാണിച്ചു കൊടുത്തപ്പോൾ അവളിങ്ങനെ പറഞ്ഞു, എന്തുകൊണ്ടൊരു ബ്ലോഗ് ആയിക്കൂടാ. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ബ്ലോഗ് ആക്കാം. അപ്പോൾ നമുക്ക് കണ്ടാലോ? അപ്പോൾ പറഞ്ഞു വന്നത് ഞാൻ വിചാരിച്ചു വ്ലോഗ് എടുക്കാതിരിക്കാൻ മെയിൻ കാര്യം, ഞാനിപ്പോൾ വാങ്ങിയ സാധനം ഞാൻ വ്ലോഗ് ഇടുകയാണെങ്കിൽ വീട്ടിലുള്ളവർക്കും കൂടി കാണില്ലേ. അപ്പോൾ ഞാൻ വാങ്ങിച്ച സാധനത്തിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് എന്താ, ചെറിയ എന്തൊക്കെയോ ആണ്. ചിലപ്പോൾ ഇതൊന്നും ആവശ്യമില്ലാന്ന്, ചിലപ്പോൾ ഇതൊന്നും ആവശ്യമുണ്ടെന്ന്. പക്ഷെ അതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ എടുക്കാൻ തോന്നും, പോയി അങ്ങ് എടുക്കും. അതാണ് പ്രശ്നം വന്നത്. ഞാനൊരു പേസ്റ്റ് വാങ്ങിക്കാൻ പോയതാണ് സംഭവം, പക്ഷേ എന്തൊക്കെയോ വാങ്ങിച്ചു. അപ്പം എനിക്ക് കാണിച്ചു. ആദ്യം ഇത് 3 ടവൽ നല്ലയാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് 3 കൂടെ 60 രൂപ. അപ്പോൾ ഇത് ഓക്കെ. അപ്പോൾ അടുത്ത കാണിച്ചു തരാം. നോട്ട് വാങ്ങിച്ചു. നോട്ട് 3 നോട്ട്, ചെറിയ നോട്ട്. ഇതിന് 20 രൂപയായിരുന്നു. നൈസ്. നോട്ടൊക്കെ അത്രയും ഇതൊക്കെ മതി എന്നാലേ. അപ്പോൾ അടുത്ത സെമ്മിൽ 3 സബ്ജക്റ്റ് ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, എന്നാൽ പിന്നെ നമുക്ക് 3 നോട്ട് വാങ്ങിക്കാം. കളർ ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ജേണലൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കാമല്ലോ അല്ലേ, അതല്ലേ അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ്. എനിക്ക് കണ്ടപ്പോൾ വാങ്ങിക്കാൻ തോന്നി, ഞാൻ വാങ്ങിച്ചു. ഇത് എത്രയായിരുന്നു? കുഴപ്പമില്ലല്ലേ. പിന്നെ ഇതണ്ട, ഇതും കൂടെ വാങ്ങിച്ചു. ഇതും കൂടെ അല്ല, ഇനിയും സാധനം ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഫുള്ള് ഇങ്ങനെ കവർ ചെയ്തിട്ടായിരിക്കും ഉള്ളത്. അപ്പോൾ നമുക്കിത് തുറന്നു നോക്കാൻ പാടില്ല. അവർ പറഞ്ഞു തുറന്നു നോക്കാൻ പാടില്ല, ആ കവർ പൊളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ പുറം കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാനങ്ങ് എടുത്തു. എന്താണെന്നൊന്നും എനിക്കറിയില്ല ശരിക്കും പറഞ്ഞാൽ. ഇതിൻ്റെ പുറകിലോ ഒന്നും എഴുതിയിട്ടില്ല എന്താ സംഭവം. അപ്പോൾ തുറന്നു നോക്കുമ്പോൾ ഉണ്ട് ഈ ടു ഡു ലിസ്റ്റ് പോലെ ഒരു സംഭവമൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ ഇതിൻ്റെ. പിന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാമല്ലോ അല്ലേ, ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓക്കെ, നല്ല ഭംഗിയില്ലേ. ഇത് ഭയങ്കര ഇഷ്ടമായി. വീണ്ടും ഒരു കളർ. സോ ഇത് ഞാൻ വാങ്ങിച്ചു. ഇതിന് എത്രയാണെന്നറിയാം? ഇതിന് എത്രയാ? ഇതിൻ്റെ പൈസ കാണുന്നില്ല. പിന്നെ ഇത് വാങ്ങിച്ചു. ചുമ്മാ ജേണലൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ നമുക്കിത് വായിക്കാം. പിന്നെന്താ, മാസ്ക് വാങ്ങിച്ചു ഗൈസ്. മാസ്ക് ഇത് ഞാൻ ഇട്ടിട്ടില്ല, ഇടണം. ഞാൻ മാസ്ക് ഇതുവരെ ഇട്ടിട്ടില്ല. അതായത് ഇങ്ങനെ പാക്കറ്റിൽ വരുന്നതൊന്നും ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം ഗൈസ്, റിവ്യൂ തരാം ഗൈസ്. അപ്പോൾ അത്ര തന്നെ. ഇതിന് 35. പിന്നെന്താ, ഇത് ഇവിടെ ഇതിലുള്ള ഈ കറുത്ത ബ്ലാക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കളയാൻ വേണ്ടിയിട്ട് നോ സ്പോർട്സ് സ്ട്രിപ്പ്. ഇത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഓക്കെ, വീണ്ടും ഒരു നോട്ട്. എനിക്കിങ്ങനത്തെ നോട്ട് കാണുമ്പോൾ ഞാൻ കൈ വയ്ക്കും. എനിക്കിങ്ങനെ അത് വെച്ചിട്ട് വരാൻ തോന്നുന്നില്ല. ഞാൻ ഇങ്ങനെ വിചാരിക്കായിരുന്നു, ഇന്നലെ സാധനം വാങ്ങിക്കാൻ പോയപ്പോൾ ഇങ്ങനത്തെ ഒരു ഷോപ്പ് തന്നെ തുടങ്ങിയായിരുന്നു. എങ്ങനെയുണ്ട് ഐഡിയ? എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ? നമുക്ക് ഇതിൽ എന്താ എഴുതുമെന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല കേട്ടോ. ഇതിന് 50. കുഴപ്പമില്ല അല്ലേ, 50 രൂപയ്ക്കൊക്കെ എനിക്കൊന്നും കുഴപ്പമില്ല. എന്ന് എൻ്റെ നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല പൈസ. വിമ്മ്, നമ്മളെ പാത്രമൊക്കെ കയ്യിലുണ്ടേ, അതുകൊണ്ട് വിമ്മ് വാങ്ങിച്ചു. പിന്നെ കോഫി ഗൈസ്, ചുമ്മാ വൈറ്റ്നർ
പഠിക്കുന്ന കുട്ടിയെന്നുള്ള സ്ഥിതിക്ക് നമ്മൾ ഇതൊക്കെ ആവശ്യമാണല്ലോ. തെറ്റ് പറ്റും, അത് മായ്ക്കാനാണിത് വൈറ്റ്നർ. പിന്നെന്താ, ഒരു ചെറിയ പൗച്ച് വാങ്ങിച്ചു. കൊള്ളാലേ, കൊള്ളാമെന്ന് തോന്നുന്നു. എത്രയായിരുന്നു? 30. പിന്നെന്താ, മൗത്ത് വാഷ്. ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഗൈസ്, ഇതൊക്കെ ഉപയോഗിക്കണം. ഞാൻ ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ ഞാൻ ഉപയോഗിക്കാൻ പോവുക. അങ്ങനെ ഒരു ദിവസം ഡോക്ടർ പറഞ്ഞിരുന്നു മൗത്ത് വാഷൊക്കെ നല്ലതാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ പല്ല് തേക്കുന്നില്ല, പക്ഷെ അല്ല, പല്ല് തേക്കുന്നുണ്ട്, പക്ഷെ നമ്മളിത് ഉപയോഗിക്കുന്നില്ല. പക്ഷെ ഇത് ഉപയോഗിക്കുന്നത് നല്ലതാണെന്നാണ് ഏതോ ഒരു ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ നോക്കാം, ഒറ്റത്തവണ നോക്കുമായിരിക്കും. അതായത് ഇത് കഴിയുന്നത് വരെ ആയിരിക്കും, അത് കഴിഞ്ഞാൽ ഒരെണ്ണം വാങ്ങിക്കുമെന്ന് ഇതിൻ്റെ യൂസ് പോലെ അനുസരിച്ചിരിക്കും. ഓക്കെ, ഓവറായിട്ട് എക്സ്പ്രഷനൊക്കെ ഇടുന്നുണ്ടോ എന്നൊരു സംശയം. അപ്പോൾ ലാസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സംഭവം, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ വാങ്ങിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായ സംഭവം ഇതാണ്. ഡയറി ഗൈസ് നോക്ക്. ഓ എന്ത് രസമല്ലേ, എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇതിനകത്ത് തേച്ച് ഇല്ലെങ്കിൽ ഞാൻ പണ്ട് കാപ്പിയൊക്കെ തേച്ചിട്ട് ഇങ്ങനെ ആക്കാൻ നോക്കും. പക്ഷെ ഇപ്പോൾ നമുക്ക് റെഡിമെയ്ഡ് സാധനം നമുക്ക് കിട്ടുന്നില്ലേ. ഇത് ഭയങ്കര ഇഷ്ടമായി. ഇത് ഞാൻ ഒരു പേജിൽ കണ്ടിരുന്നു, ടേക്ക് സ്മാർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പേജിൽ കണ്ടിരുന്നു. അന്ന് ആ സമയത്ത് എനിക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല. ഇന്നലെ കടയിൽ പോയപ്പോൾ ഇത് കണ്ട്, അപ്പം എനിക്കിഷ്ടമായി. അപ്പം ഞാൻ അങ്ങ് വാങ്ങിച്ചു. ഇനി 200 രൂപയാണ് വരുന്നത്.